എല്ലാവർക്കും നമസ്കാരം. 2024 +2 ബിസിനസ് സ്റ്റഡീസ് പരീക്ഷയിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് നോക്കാം. കൂടുതൽ മാർക്ക് വരുന്ന ചാപ്റ്റേഴ്സും ഏതെന്ന് നോക്കാം. +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഓരോ ചാപ്റ്ററിൽ നിന്നും വരുന്ന ഡിലീറ്റഡ് പോർഷൻസ് മുൻഭാഗത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിന്ന് ഡിലീറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഇൻഡെക്സിൽ ഇനി പറയാൻ പോകുന്ന ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് അതിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് ഓരോ ചാപ്റ്ററിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നൽകുക. ആദ്യത്തെ ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അതിൽ നിന്ന് 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. ഇതിൽ എസ്സേയും പ്രിൻസിപ്പിൾസ് എസ്സേ ആയിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. തേർഡ് ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കേണ്ടത്. നാലാമത്തെ ചാപ്റ്റർ പ്ലാനിംഗ്. ഇതിൽ നിന്ന് 8 മാർക്കാണ് വെയിറ്റേജായി വരുന്നത്. അഞ്ചാമത്തെ ചാപ്റ്റർ ഓർഗനൈസിങ്. ഇതിൽ നിന്ന് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും. ആറാമത്തെ ചാപ്റ്റർ സ്റ്റാഫിംഗ്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു പോർഷനാണ് സ്റ്റാഫിംഗ്. അപ്പോൾ അതിൽ നിന്ന് 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇച്ചിരി കൂടുതൽ സ്ട്രെസ്സ് നൽകി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. സെവൻത്ത് ചാപ്റ്റർ ഡയറക്റ്റിംഗ്. ഈ ചാപ്റ്ററും ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ നിന്നും 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. എട്ടാമത്തെ ചാപ്റ്റർ കൺട്രോളിംഗ്. ഇതിൽ നിന്ന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും. ഒമ്പതാമത്തെ ചാപ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. 13 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുമാണ് വരുന്നത്. പത്താമത്തെ ചാപ്റ്റർ മാർക്കറ്റിംഗ്. ഈ 11 ചാപ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഒരു ചാപ്റ്ററാണ് മാർക്കറ്റിംഗ്. 17 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. 11ാമത്തെ ചാപ്റ്റർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. ഇതിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ മാർക്ക് അനുസരിച്ച് ചെറിയ വേരിയേഷൻസ് ഉണ്ടാകാം. നിങ്ങൾ അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നൽകി ഓരോ ചാപ്റ്ററിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് നൽകി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.